റെസിസ്റ്ററിൻ്റെ വാല്യൂ, അതായത് റെസിസ്റ്ററിൻ്റെ കളർ കോഡിങ് വെച്ചിട്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂ കാണാൻ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. ബേസിക് ഇലക്ട്രോണിക്സ് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കളർ കോഡിങ് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്ററിൻ്റെ വാല്യൂ കാണുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. കോമൺ ആയിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം, ഇപ്പോൾ 4 ബാൻഡ് റെസിസ്റ്റർ ഉണ്ട്, അതായത് 4 കളർ ഉള്ളതുണ്ട് 4 ബാൻഡ്. പിന്നെ ഉള്ളത് 5 ബാൻഡ് റെസിസ്റ്റർ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ 5 കളേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ അതിൻ്റെ ടോളറൻസ് കാര്യങ്ങൾ, അതായത് ടോളറൻസ് നോക്കുന്നത് ഈ ലാസ്റ്റ് കളറ് നോക്കിയിട്ടാണ്. ഈ ഫസ്റ്റ് 3 കളറ്, ഈ 4 ബാൻഡിലാകുമ്പോൾ ഫസ്റ്റ് 3 കളറും പിന്നെ ആണ് മെയിനായിട്ട് നോക്കുക. ലാസ്റ്റത്തെ ടോളറൻസ് ആണ്. 5 ബാൻഡിലാണെങ്കിൽ ആദ്യത്തെ 4 കളേഴ്സ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നോക്കാനും, അഞ്ചാമത്തേത് അതിൻ്റെ ടോളറൻസും. ഇനി ടോളറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ പറയാം ഓം റേഞ്ചിലാണ് പറയുക, ഓം. അപ്പോൾ എത്ര ഓം, എത്ര കിലോ ഓം എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ടോളറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 1 കിലോ ഓം, അതായത് 1000 ഓം ആണെങ്കിൽ അതിൻ്റെ ടോളറൻസ് ±10% ആണെങ്കിൽ അത് പറയാം ഇതിൻ്റെ 10% ഒന്നെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. അതായത് 1000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 100 കുറയാം അല്ലെങ്കിൽ കൂടാം. അപ്പോൾ 900നും 1100നും ഇടയിലായിരിക്കും നമ്മളുടെ ഏത് റെസിസ്റ്ററിൻ്റെ വാല്യൂ. അപ്പോൾ 900നും 1100നും ഇടയിലായിരിക്കും ഈ 1 കിലോ ഓം റെസിസ്റ്ററിൻ്റെ വാല്യൂ. അതാണ് ഈ ലാസ്റ്റ് കളർ ഉദ്ദേശിക്കുന്നത്, ടോളറൻസ്. ഇവിടെയും ടോളറൻസ്. ഇനി ഇതിനകത്താണെങ്കിൽ ഫസ്റ്റ് 2 കളേഴ്സ് അത് സെയിം ഡിജിറ്റാണ് വരിക. സെയിം ഡിജിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, BB റോയ് ഇത് പഠിച്ചിട്ടുണ്ടാവും. BB റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇത് ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെ വരുന്ന കളേഴ്സ് ഗോൾഡും സിൽവറുമാണ് വരുന്നുണ്ടാവുക. ഗോൾഡ് നമ്മൾ 4th ബാൻഡിൽ, അതായത് ടോളറൻസിൻ്റെ ഭാഗത്താണെങ്കിൽ ടോളറൻസ് ആയിട്ടും വരാം, മൾട്ടിപ്ലയർ ആയിട്ടും വരാം. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം, ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് ഗോൾഡും സിൽവറും, ഗോൾഡ് ആണ് കൂടുതലായിട്ട് കാണാം. ഗോൾഡ് നമ്മളുടെ ഈ 3rd ബാൻഡിൽ വരാം. 4th ബാൻഡിൽ കോമൺ ആണ്, 4th ബാൻഡിൽ അതിൻ്റെ ടോളറൻസ് ആണ്. പക്ഷെ അത് 3rd ബാൻഡിൽ, അതായത് മൾട്ടിപ്ലയർ വരുന്ന ഭാഗത്ത് 0.1 അല്ലെങ്കിൽ 10⁻⁻1. സിൽവർ ആണെങ്കിൽ 0.01 10⁻². ഇതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാം 4 ബാൻഡിലാണെങ്കിൽ സെയിം ഡിജിറ്റ്, ആ കളർ ഏത് വരുന്നോ അതിൻ്റെ സെയിം ഡിജിറ്റ് പറഞ്ഞാൽ ഫസ്റ്റ് 2 കളർ ഏതാണോ അതിൻ്റെ സെയിം വാല്യൂ. ഇപ്പോൾ ഞാൻ അറിയുന്നു റെഡ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. പിന്നെ ലാസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ടോളറൻസ്, അത് ഇപ്പോൾ ഗോൾഡ്, ഓക്കെ ഗോൾഡാണെന്ന് ചോദിച്ചു. റെഡ് എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റത്തെ 2 ഡിജിറ്റ്, റെഡ് എന്ന് പറയുന്നത് നമ്മുടെ റെഡ്, ഇത് 6 പറയുന്നത് റെഡ് 2 ആണ്. അടുത്ത റെഡ് 2 സെയിം ഡിജിറ്റ് തന്നെ എഴുതി. പിന്നത്തത് തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലയർ ആണ് നമ്മൾ എഴുതുന്നത്. മൾട്ടിപ്ലയർ അതായത് 10⁻, ഇപ്പോൾ റെഡിൻ്റെ വാല്യൂ എത്ര 2 ആണ്. അപ്പോൾ ഇത് വാല്യൂ എഴുതാം 2 പിന്നെ 2 0 അത്രയും ഓം, അതായത് 2.2 കിലോ ഓം. ഈ ഗോൾഡിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു ±5% തന്നെ. അപ്പോൾ 2.2 കിലോ ഓം ±5% ആണ് ഇതിൽ വരുന്നത്. ഇനി ഇതിനകത്താണെങ്കിൽ ഫസ്റ്റ് 3 ഡിജിറ്റ് സെയിം വാല്യൂ എഴുതും. 4th ആണ് മൾട്ടിപ്ലയർ, 4th ഇതിൽ മൾട്ടിപ്ലയർ, ഇതിൽ 3rd 1 ആണ് മൾട്ടിപ്ലയർ. ഇനി പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യം, ഇപ്പം നമുക്ക് 1 കിലോ ഓം എന്ന് പറഞ്ഞാൽ വേഗം നമുക്ക് മനസ്സിലാക്കാൻ എഴുതാൻ പറ്റും. 1 പറയുമ്പോൾ ഫസ്റ്റ് 1 വരുന്നത് ബ്രൗണ്, പിന്നത്തെ വരുന്നത് 1000 എന്നല്ലേ, ബ്രൗണ് ഫസ്റ്റത്തെ എഴുതി, 0 ബ്ലാക്ക്. പിന്നെ തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലയർ ആണ്.
അതായത് നമുക്ക് 10⁻², എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ 10⁻²ൻ്റെത് റെഡ് ആണെന്ന് നമുക്ക് വേഗം പറയാൻ പറ്റും. അപ്പോൾ ബ്രൗണ്, ബ്ലാക്ക്, റെഡ് 1 കിലോ ആ റെസിസ്റ്ററിൻ്റെ കളർ കോഡ് എന്ന് പറയുമ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി. ടോളറൻസിൻ്റെ സ്ഥാനത്ത് വരെ ഗോൾഡും സിൽവറും പിന്നെ നോ കളറാണ്. ഗോൾഡ് ആണെങ്കിൽ ±5, സിൽവർ ആണെങ്കിൽ ±10, നോ കളർ ആണെങ്കിൽ 20%. അത് നമ്മൾ റെസിസ്റ്ററുടെ വാല്യൂ നോക്കുമ്പോൾ അതങ്ങനെ നമ്മൾ പറയുന്നില്ല. ഇത് മാത്രം നോക്കിയാൽ മതി. ഇത് ബ്രൗൺ, ബ്ലാക്ക്, റെഡ്. ഇപ്പോൾ 1 കിലോ നമുക്ക് ഓക്കെ. ഇനി 100 ഓം ആണെങ്കിലോ, 100 ഓം ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഫസ്റ്റത്തെ ബ്രൗൺ തന്നെ, പിന്നെ ബ്ലാക്ക്. തേർഡ് വൺ എന്തായിരിക്കും? 10⁻1 ആണ്. 10⁻1 എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രൗൺ തന്നെ എഴുതാം. ഇനി 10 ഓം ആണെങ്കിലോ, ബ്രൗണ്, ബ്ലാക്ക്, അപ്പോൾ തന്നെ നമുക്ക് 10 ആയി. പിന്നെ മൂന്നാമത്തെ നമുക്ക് മൾട്ടിപ്ലയർ ആണ് വേണ്ട. മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ എന്താ? 10⁻0 ആണെങ്കിൽ അത് 1 തന്നെ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ബ്ലാക്ക്. അപ്പോൾ 10 ഓം എന്ന് പറയുമ്പോൾ ബ്രൗണ്, ബ്ലാക്ക് 10 ഓം ആയി. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യം, ഇപ്പോൾ 1 ഓം ആണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതാന്നുള്ളതാണ്. ഇപ്പോൾ 1 ഓം ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബ്രൗൺ എഴുതി, 1ൻ്റെ വാല്യൂ ബ്രൗൺ. പിന്നെ എന്തായാലും നമുക്ക് 3 കളർ വേണമല്ലോ, അതുകൊണ്ട് ബ്ലാക്ക്. ഇനി തേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 0 ആയി. അപ്പോൾ തേർഡ് കളർ എന്ന് പറയുന്നത് അവിടെയാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് നമ്മളുടെ തേർഡ് ബാൻഡിൽ വരാം. അതായത് ടോളറൻസിൻ്റെ അവിടെ അല്ലാതെ ഗോൾഡ് വരാം തേർഡ് ബാൻഡിൽ മൾട്ടിപ്ലയർ ആയിട്ട്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് ഗോൾഡ് എന്നുള്ള പോയിന്റ് വേണ്ടത്. അപ്പോൾ ഗോൾഡിന് എന്തായിരിക്കും? 10⁻1, അതായത് 0.1. അപ്പോൾ നമുക്ക് ബ്രൗണ്, ബ്ലാക്ക് ഇൻറ്റു 10⁻1 അല്ലെങ്കിൽ 0.1. അപ്പോൾ 10 ഇൻറ്റു 0.1 എന്ന് പറയുമ്പോൾ 1 ഓം. ഈ വാല്യൂ ആണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡ് തേർഡ് ബാൻഡിൽ വരുന്നത്. അത് നമുക്ക് ഇത് വൈവേ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എക്സാമുകളിലൊക്കെ വരുന്ന കാര്യമാണ് ഈ 1 ഓം റേഞ്ചിലുള്ളത്. അതായത് ഇപ്പോൾ 1.5 ഓം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറിയാം ബ്രൗൺ ആണ് 1ൻ്റെ, 5 എന്ന് പറയുന്നത് ഗ്രീന്. പിന്നെ നമുക്ക് ഏതാ വേണ്ടത്? 0.1 ആണ്, അതായത് 15 ആയി. പിന്നെ നമുക്ക് വേണ്ടത് ഇൻറ്റു 10⁻1 അല്ലെങ്കിൽ 0.1, അതായത് ഗോൾഡ്. ഓക്കെ, ഇത് ഇപ്പോൾ ഒരു റെസിസ്റ്റർ. ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ എത്ര ഓമാണെന്നുള്ളത് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് കളർ വരുന്നത് യെല്ലോ, പിന്നെ വയലറ്റ്, ഓറഞ്ച്, ലാസ്റ്റ് വരുന്നത് ഗോൾഡ്. അപ്പോൾ യെല്ലോ, വയലറ്റ്, ഓറഞ്ച്, പിന്നെ ലാസ്റ്റ് ബാൻഡ് ഗോൾഡ്, അതായത് ടോളറൻസിന് വാല്യൂ പറയുമ്പോൾ യെല്ലോക്ക് 4 ആണ്, വയലറ്റ് 7, ഓറഞ്ച് 10⁻3. അപ്പോൾ എത്ര വരും? 4 7 പിന്നെ 3 0. അപ്പോൾ ഇത്രയും ഓമാണ്. അതായത് നമുക്ക് എങ്ങനെ പറയാം? 47 കിലോ ഓം. പിന്നെ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് പറഞ്ഞാൽ ±5%. അപ്പോൾ ഈ വാല്യൂ പറയുമ്പോൾ 47 കിലോ ഓം ±5%. ഇവിടെ കോമൺ പറയുമ്പോൾ 47 കിലോ ഓം എന്ന് മാത്രമാണ് പറയുക. അതേപോലെ വേറൊരു ഇതിനകത്ത് ഓറഞ്ച് പിന്നെ റെഡ്. ഇതെങ്ങനെ എഴുതാം? ഓറഞ്ച് റെഡ്. പിന്നെ വരുന്നത് ഗോൾഡ് തന്നെയാണ്. കോമൺ ആയിട്ട് ഗോൾഡ് വരാം. ഇപ്പോൾ 5% അല്ല മാറുന്നുള്ളൂ. മറ്റേത് 10% എന്ന് പറയുമ്പോൾ വലിയ വേരിയേഷൻ അല്ല വരുന്നത്. ഇപ്പോൾ 4 ബാൻഡ് മാറി 5 ബാൻഡിലൊക്കെ ടോളറൻസ് നന്നായി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് വേരിയേഷൻ ഉണ്ടല്ലോ. അപ്പോൾ റേഞ്ച് ഇപ്പോൾ 1 കിലോ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് 900-നും 1100-നും ഇടയിലാണെന്നൊക്കെ പറഞ്ഞല്ലേ, അത് വലിയ വേരിയേഷൻ അല്ലേ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടോളറൻസ് കുറയ്ക്കാൻ 1ഉം 2 ഒക്കെ വരുന്നതുണ്ട്. അതായത് 5 ബാൻഡിൽ വരുമ്പോൾ അത് ബ്രൗണും റെഡൊക്കെ വരുന്നുണ്ട്. അതായത് 1%, അതായത് ഈ ലാസ്റ്റ് ബാൻഡില്ലേ ആ ബാൻഡിൻ്റെ അവിടെ ബ്രൗണും വരാണ്ട് റെഡും വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ടോളറൻസ് അതനുസരിച്ച് കുറയുമല്ലോ, 1%, 2% ഒക്കെ ആവില്ലേ. ഇതിലിപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഓറഞ്ച് റെഡ്. ഇപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്നത് 3, റെഡിന് ഇത് നമ്മുടെ മൾട്ടിപ്ലയർ ആണല്ലോ തേർഡ് ബാൻഡ്. അപ്പോൾ 10⁻2. അപ്പോൾ 3 പിന്നെ 2 0, അത്രയും ഓം. അപ്പോൾ ഇത് കിലോമിലാക്കി എഴുതുമ്പോൾ 3.3 കിലോ ഓം. ഗോൾഡ് തന്നെയാണ്. അപ്പോൾ ±5%. ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്ററിൽ നിന്ന് കളർ കോഡ് വെച്ച് നോക്കാനും ഇപ്പോൾ
പഠിച്ചില്ലേ. ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ കളറ് വെച്ച് നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കി, അതേപോലെ വാല്യൂ തന്നിട്ട് കളർ എഴുതാനും നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ. ഇനി ഇതിനകത്ത് റെസിസ്റ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളത് പറയണം. അതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ റെസിസ്റ്റർ നമ്മൾ പറഞ്ഞു 47 കിലോ ഓം, 3.3 കിലോ ഓം എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ 1K എന്നൊക്കെ പറഞ്ഞു. അതിൽ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിത് വാങ്ങുമ്പോൾ കടയിൽ പോയി ചോദിക്കുമ്പോൾ പറയേണ്ട വാല്യൂ ഇപ്പോൾ 47 കിലോ ഓം ഇത് എത്ര വാട്ടിൻ്റെ ആണെന്നും കൂടി സ്പെസിഫൈ ചെയ്യേണ്ടി വരും. നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ പറയുമ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂം പറയണം, അത് എത്ര വാട്ടിൻ്റെ ആണെന്നും കൂടി. ഇത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ 2 വാട്ട് വരെയാണ് കിട്ടുന്നത്. ഈ റെസിസ്റ്റർ നമ്മളുടെ ക്വാർട്ടർ വാട്ടാണ്, അതായത് 1/4 വാട്ടിൻ്റെയാണിത്. ഇപ്പോൾ 1/4 വാട്ട് ഉണ്ട്, 1/2 വാട്ട് ഉണ്ട്, അതായത് ക്വാർട്ടർ വാട്ട്, ഹാഫ് വാട്ട്, 1 വാട്ട്, 2 വാട്ട്. ഇതിനും ചെറിയ റെസിസ്റ്ററും കൂടിയുണ്ട് 1/8 വാട്ടിൻ്റെ. അപ്പോൾ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഇതിൻ്റെ റേഞ്ചും പറയാം, അതായത് എത്ര ഓമാണെന്നും പറയാം, അതായത് പിന്നെ ഇത് എത്ര വാട്ടിൻ്റെയാണെന്നും കൂടി. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ 2 വാട്ട് വരെയാണ് ഉള്ളത്. അതിലും കൂടുതൽ വരുന്ന വാട്ടുള്ള റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വയർ ബോണ്ട് റെസിസ്റ്ററൊക്കെ കുറച്ചും കൂടി വലുത് ആണ്, ഒരു പച്ച കളറിലൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ.